Hello friends, welcome back to my channel. സോറി ഗായ്സ്, ഇതൊരു ഫേസ് ടു ഫേസ് വീഡിയോ അല്ല, ഒരു വോയിസ് ഓവർ ആണ്. പലരും അയർലൻഡ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചൊരു ക്വിക്ക് അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കാനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. 1 വീക്ക് മുന്നേ ഞാൻ അയർലൻഡിലേക്കുള്ള നഴ്സസ് റിക്രൂട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും. വലിയ കാര്യമായിട്ട് HSCയിൽ റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല. അതായത് പുറത്തുനിന്ന് ഇവിടെ അയർലൻഡിൽ തന്നെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ HSCയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതും വലിയ കാര്യമായിട്ടില്ല, ചെറിയ തോതിലൊക്കെ. സോ അതാണിപ്പോൾ HSCയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, ഇപ്പോൾ HSCയിലൊക്കെ നഴ്സായിട്ട് ജോലി കിട്ടണമെങ്കിൽ ടോട്ടൽ ഒരു 4 to 6 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. അതിൽ തന്നെ കണ്ടിന്യൂസ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ ഒരു 200 ബെഡഡ് എബോവ് ബെഡഡ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ഇതൊക്കെയാണ് HSCയിൽ ചോദിക്കുന്നത്. അപ്പം ഇതൊക്കെ സ്റ്റിൽ 4 ഇയേഴ്സും 5 ഇയേഴ്സും 6 ഇയേഴ്സും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരായാലും അവരും സ്റ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈവൺ അവരുടെ DL ഉണ്ടായിട്ടും. അതാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ്. സോ അതിലെന്തെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പലരും ചോദിക്കുന്നുണ്ട് HSC ജോബ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നുള്ളത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾ HSC ജോബ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലോ പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലോ വേക്കൻസീസ് ഉണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് കയറി പോകാൻ നോക്കുക. അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കും നഴ്സിംഗ് ഹോംസിലേക്കൊക്കെ ഉള്ള വേക്കൻസിയുടെ ജോബ് സെർച്ചിന് വേണ്ടി കുറച്ച് സൈറ്റുകളൊക്കെ ഉണ്ട്. അതായത് ഇൻഡീഡും ലിങ്ക്ഡിനും jobs.ai, ഐറിഷ് ജോബ്സ്, അങ്ങനെ കുറച്ച് സൈറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. ചിലർ പറയാറുണ്ട് അതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റിജക്റ്റ് ആവുകയാണെന്ന്. പക്ഷേ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം. അതല്ലാതെ നിങ്ങൾ ഏജൻസി ത്രൂവും ട്രൈ ചെയ്യുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, നിങ്ങൾ പ്രൈവറ്റിലാണ് കയറിയത് എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലേക്ക് വന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നാലും നിങ്ങൾ വരുന്നത് 2 ഇയർ കോൺട്രാക്റ്റിലായിരിക്കും. അപ്പോൾ ആ ഒരു 2 ഇയർ കോൺട്രാക്റ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് HSCയിൽ വേക്കൻസി വരുന്നതനുസരിച്ച് മൂവ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ കയറി വരാൻ നോക്കുക, അത് പ്രൈവറ്റ് ആണെങ്കിലും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.